ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതാ ഇയാളിനെ ഈ കൊലയാളിനെ, അയാളുടെ പേരൊന്നും പറയില്ല, കൊലയാളിനെ തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോൾ കാണിക്കുന്ന അഹങ്കാരം കണ്ടില്ല അയാളുടെ, അതാണ് പറയുന്നത് കേട്ടോ. അയാൾ ഇപ്പോഴും ഒരാളെ കൊല്ലണം എന്നുള്ള മനസ്ഥിതിയോട് കൂടിയിട്ടാണ് നടക്കുന്നത്. ഈ നിയമങ്ങൾ എന്തിനാണ് ഇയാളെങ്ങനെ തെളിവെടുപ്പിന് കൊണ്ടുവന്നിരിക്കുന്നത്? കയ്യിൽ ആമവും കൂടി ഇല്ലാതെ. ഇയാൾക്കാണ് സംരക്ഷണം കൊടുക്കുന്നത് പോലീസ്. ഇയാൾക്ക് ജയിലിൽ ആലത്തൂർ ജയിലിൽ സംരക്ഷണം ഇല്ലയെന്നും പറഞ്ഞ് വിയ്യൂർ ജയിലിലേക്ക് മാറ്റി. 3 ആളെ കൊന്ന കൊലയാളിയാണ് ഇയാൾ. എന്നിട്ടും പോലീസ് ഇയാൾക്ക് എന്തിന് സംരക്ഷണം കൊടുക്കുന്നത്? എന്തിനെങ്ങനെ നിയമം? ഇത് കാരണം ഡെയിലി ദിവസേന 1, 2, 3 കൊലപാതകങ്ങളാണ് നമുക്ക് പേപ്പറിൽ കാണാൻ പറ്റുന്നത്. ഇങ്ങനെയുള്ള കൊലപാതകങ്ങളെല്ലാം നടക്കുന്നത് ഇങ്ങനെ ജയിലിലിട്ട് തീറ്റിപ്പോറ്റി, എന്താ പറയുക, തടി വയ്പ്പിച്ച് നടത്തി കാട്ടുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇത്രയും ക്രൂരത ഈ മനുഷ്യന്മാർ കാട്ടിക്കൂട്ടുന്നത്. ഈ സ്ത്രീകൾക്കൊക്കെ ഈ വീട്ടിലൊക്കെ ഇരിക്കാൻ, അവനവൻ്റെ വീട്ടിലിരിക്കണമെങ്കിൽ മറ്റുള്ളവരെ പേടിച്ചിട്ട് ജീവിക്കേണ്ട സ്ഥിതിയാണ്. കുറേ ആൾക്കാർ പറഞ്ഞ അടുത്ത വീട്ടിലേക്ക് എത്തി നോക്കിയതുകൊണ്ടാണ്. ഇയാളുടെ ഭാര്യനെ വെട്ടിക്കൊല്ലാൻ പോയിട്ട് ആ സ്ത്രീ പേടിച്ചോടിയതാണ്. അതിനെ നാട്ടുകാരെന്ത് കഴിച്ച്? ഇയാളുടെ കയ്യിലിരിപ്പോണ്ട സംശയരോഗം കൊണ്ടും ഇയാളുടെ വെട്ടിക്കൊല്ലാൻ പോയതും കൊണ്ടൊക്കെ ആണല്ലോ ആ സ്ത്രീ ഓടിപ്പോയത്. ആ സ്ത്രീ എവിടെയാണെന്നും കൂടി ഇയാൾക്കറിയില്ല. എന്നിട്ടിപ്പോൾ മകളിനെ സ്നേഹമാണ് എന്നൊക്കെ. മകളിനെ സ്നേഹിക്കണമെങ്കിൽ മകളിനെയും ഭാര്യമാരിനെയും സ്നേഹിക്കണം. ഭാര്യനെ സ്നേഹിച്ചാലേ മക്കളിനെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. കാരണം ഭാര്യ പ്രസവിച്ചാണ് മകളിനെ. വെറുതെയെങ്കിലും എൻ്റെ മകളാണ് പറഞ്ഞ് നടന്നുകൊണ്ടുള്ള കാര്യം. അതേപോലത്തെ അയാൾ സ്നേഹിക്കുന്ന മക്കളിനെ 2 അനാഥാക്കിയിട്ട് ആ ക്രൂരൻ ജയിലിൽ തിന്ന് കൊഴുക്കാൻ വേണ്ടി പോയിട്ടുള്ളത്. ഇതിനെതിരെ ഈ നാട്ടിലത്തെ നിയമം തന്നെയാണ് ഇതിന് കാരണം. ഈ നിയമങ്ങൾ ഇതാണ്ടോ, എന്തൊരു സംരക്ഷണമായോ. എനിക്ക് ആരെങ്കിലും ആ കൊലയാളിനെ കൊന്നാലോ നഷ്ടമല്ലേ ലോകത്തിന്? ഇത്രയും എന്താ പറയുക, ഇത് നേടിയ ആളല്ലേ, അത്രയും പുരസ്കാരങ്ങൾ നേടിയ ആളല്ലേ. അയാളിനെ കൊന്നാൽ ഈ ലോകത്തിന് തന്നെ അത് നഷ്ടമല്ലേ. സിമ്മ് തിരയുന്നുണ്ട്, സിമ്മ് വലിച്ചെറിഞ്ഞിട്ട് ഈ കാട്ടിൽ എത്ര അയാൾക്ക് ഒരു പേടിയും അയാൾക്കൊരു കൂസലില്ലാണ്ടല്ലേ അതൊക്കെ. ഈ പോലീസ് അയാളുടെ കയ്യിൽ ആമിട്ടിട്ടുണ്ടോ? ഇത്രയ്ക്കും ഇയാൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലോ ഇതാരാ സഹിക്കുക? ഓടിപ്പോയി ഇയാൾ ആ സ്ത്രീനെ എന്തെങ്കിലും ചെയ്താൽ ഈ പോലീസുകാരെന്ത് പറയും? അവരെന്നെ സസ്പെൻഡ് ചെയ്യും, അതോടെ കഴിഞ്ഞു. പോയവർക്ക് പോയില്ലേ. കയ്യിൽ ആമല്ലാണ്ടല്ലേ ഇയാളെ തെളിവെടുപ്പിന് കൊണ്ടുവന്നിരിക്കുന്നത്. എന്ത് കൂസലില്ലാണ്ടാണ് അയാൾ നടക്കണം നോക്ക്. എന്താ കുറച്ച് ബിരിയാണി കിട്ടുമല്ലോ, ഇനി സുഖിച്ച് ജീവിക്കാമല്ലോ, ജയിലിൽ ചാടിയാലോ. ആ സ്ത്രീനെ കൊല്ലൂല്ലേ ഇയാൾ? ഇത്രയും ക്രൂരനായൊരു മനുഷ്യനെ തെളിവെടുപ്പിന് കൊണ്ടുവരുന്ന സീനാണ് ഈ കാണുന്നത്. ഇതാണ് ഈ കേരളം. 3 കൊല ചെയ്ത കൊലയാളിയാണ് ഇയാൾ. അയാൾ എത്ര കൂസലില്ലാണ്ടാണ് നടക്കണം നോക്ക്. തല്ലിക്കൊല്ലണം ഇയാളിനെ, തല്ലിക്കൊല്ലണം. എന്നിട്ട് നാട്ടുകാരുടെ നേർക്ക് നിൽക്കുന്നുണ്ട് അയാൾക്ക്. എന്നിട്ടും ഒരു കൂസലില്ല അയാൾക്ക്. ഇങ്ങനെയുള്ള ആൾക്കാരിനെയൊക്കെ തൂക്കിക്കൊല്ലാലും പോരാ, ഇവരിനെയൊക്കെ ഇഞ്ചിഞ്ചായി കൊല്ലണം. ഇന്നിപ്പോൾ കത്തി വാങ്ങി അവിടെ പോയി തെളിവെടുപ്പ് നടത്തിയിട്ട് എന്താ കാര്യമുള്ളത്? വലിയ തെളിവെടുപ്പ് വെറുതെ അയാളിനെയും കൊണ്ട് പോലീസ് ലോകം ചുറ്റുക. ഭക്ഷണവും വെള്ളമൊക്കെ വാങ്ങിക്കൊടുക്കാമല്ലോ, അതുകൊണ്ട് അവർക്കും കിട്ടും അതൊക്കെ. അങ്ങനെയാണ് ഇന്നത്തെ കാലം. അത് കാരണം എന്താണ്? കൊലയും കൊലപാതകവും ബലാത്സംഗവും എല്ലാം ഇപ്പോൾ ദിവസേന 1, 2, 3 ഒക്കെയാണ് നടക്കുന്നത്. ഈ കാലത്തിന് ഒരു അറുതിയില്ല. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ട്. അത്രയൊക്കെ ഉള്ളൂ. ഒരു കണ്ടപ്പോൾ പറയണം തോന്നി. അസ്സലാമു അലൈക്കും. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. ഇതിനൊക്കെ ഒരു അറുതി വരുത്തണം.